ഹലോ. സോ ബോഡി ഷേമിംഗ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതായത് ഒരാളെ അയാളുടെ ശരീരം, അതായത് വണ്ണം കൂടുതലാവാം, കുറവാവാം, പൊക്കം കൂടുതലാവാം, കുറവാവാം, പിന്നെ അതുപോലെ തന്നെ മുടി, ക്ലോതിങ്, ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ന്യൂനതകൾ, ഫോർ എക്സാമ്പിൾ ഒരു ഹാൻഡിക്യാപ്പ് പേഴ്സൺ ആണെങ്കിലും, സോ ഇതെല്ലാം കൊണ്ട് അയാളെ ആകെ ക്രിട്ടിസൈസ് ചെയ്ത് ഡീവാല്യൂ ചെയ്ത് കളിയാക്കി അയാൾക്ക് തന്നെ ഒരു ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഈ ബോഡി ഷേമിംഗ് ഒക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അന്ന് എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. സോ എൻ്റെ കസിൻസിനെയൊക്കെ, ഫാദറിൻ്റെ സൈഡിൽ എൻ്റെ കസിൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു. അപ്പോൾ അന്ന് അവർ ബോഡി ഷേമിംഗ് ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് നാച്ചുറൽ. അതുപോലെ നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരുപാട് മെലിഞ്ഞു പോയല്ല, അല്ലെങ്കിൽ അയ്യോ ചേർത്ത് പോയല്ല, ഇതെന്തു പറ്റി, അയ്യോ എന്തൊരു കോല, ഇങ്ങനെ ചോദിക്കുന്നത് ഇറ്റ്സ് ഭയങ്കര ഒരു നോർമലൈസ് ചെയ്തിരുന്നൊരു കാലമാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഓക്കെ, ബിക്കോസ് ഇതൊക്കെ ഒരാളെ എത്രത്തോളം ഹേർട്ട് ചെയ്യും. ഒരു കൊച്ചുകുട്ടീനെ ഇതുപോലെയൊക്കെ ഹേർട്ട് ചെയ്താൽ അത് വലുതാവും തോറും അതിൻ്റെ കോൺഫിഡൻസിനെ, അതിൻ്റെ റിലേഷൻഷിപ്സിനെയൊക്കെ എന്തോരം ബാധിക്കും എന്ന് ഇപ്പോൾ അറിയാവുന്നൊരു കാലഘട്ടമാണിത്. പക്ഷേ എന്നാലും ഇതൊരുപാട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഒരുപാട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരാളുടെ വർത്ത് മനസ്സിലാക്കുന്നത് അവരുടെ ശരീരത്തിൽ നിന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ബോഡി ഷേമിങ്. അതിൽ ഫസ്റ്റ് വൺ, സോഷ്യൽ കണ്ടീഷനിങ്. ഓക്കെ, അതായത് നമ്മൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെയല്ല, ഈ ലോകം, അതായത് വല്ലാതെ മെലിഞ്ഞിരിക്കുന്നതാണ് ഭംഗി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഇപ്പോൾ. സോ പീപ്പിൾ തിങ്ക് ഭയങ്കര മെലിഞ്ഞിരുന്നാലാണ് എല്ലാം തികഞ്ഞത് എന്നാണ്. പക്ഷേ ഫാഷൻ മോഡൽസിനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടു തിൻ ആൻഡ് ഓൾ ബോൺസ്. അവരെ ഞാൻ ബോഡി ഷേമിങ് ചെയ്യുകയാണെന്ന് പറയുന്നതാണെങ്കിലും ഓക്കെ. സോ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ അതുപോലെയുള്ള വസ്ത്രങ്ങൾ, ആ മോഡൽസ് ഇടുന്ന വസ്ത്രങ്ങൾ, അതെല്ലാവർക്കും ഇടാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ടാണ് വി ഹാവ് സച്ച് മോഡൽസ്? അല്ല, ഇപ്പോൾ നമുക്ക് പ്ലസ് സൈസ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ ഈ പ്ലസ് സൈസ് മോഡൽസിൻ്റെ അടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ കണ്ടീഷൻ ഇത്തിരി വലുതാണെന്നേ ഉള്ളൂ, ബട്ട് വെരി വെൽ ടോൺഡ് ആൻഡ് കണ്ടീഷൻഡ് ബോഡീസ്. ഓക്കെ, സോ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഭംഗി എന്നുള്ളത് നല്ലോണം മെലിഞ്ഞിരിക്കണമെന്നാണ്. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതായത് പണ്ട് ഷീലാമ്മയുടെയും ശാരദാമ്മയുടെയും ശ്രീവിദ്യ മാമിൻ്റെ കാലത്തൊക്കെ അന്ന് വണ്ണം ഉള്ളതാണ് ഭംഗി. ഇൻഫാക്റ്റ് നമ്മുടെ സീനിയർ ആക്ട്രസ് ഷീല ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വണ്ണം വെക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻസ് വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബിക്കോസ് അന്നത്തെ കോൺസെപ്റ്റിൽ ഷി വാസ് വെരി തിൻ ആൻഡ് ഷി വാസ് നോട്ട് ഗുഡ് ലുക്കിംഗ്. ഐ ഫീൽ ഷി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അന്ന് വണ്ണം ഉള്ളതായിരുന്നു ഭംഗി. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കളിയാക്കും. അയ്യോ ഇതെന്താണിത്, ഒരു വടിക്കഷ്ണം പോലെ, അയ്യേ 2 പാവാട ഇടേണ്ടി വരുമോ, അയ്യോ ഇന്നർ വെയറിലൊക്കെ പാഡ് വെച്ചത് യൂസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്തൊരു ഇതാണ്, അങ്ങനെ നമ്മൾ കളിയാക്കുന്നുണ്ട്. വെളുപ്പ് കൂടി പോയാൽ കളിയാക്കും, കറുപ്പ് കൂടി പോയാൽ കളിയാക്കും. അതായത് ഇപ്പോഴത്തെ കാലത്ത് ഒരാളുടെ ടാലൻറ്റോ കഴിവോ കോൺഫിഡൻസോ ഒന്നുമല്ല, അവരുടെ ശരീരപ്രകൃതി. ഇതാണ് ബോഡി ഷേമിങ്ങിനെ കുറിച്ചുള്ള സോഷ്യൽ കണ്ടീഷനിങ്. പിന്നെ ചില ആൾക്കാർക്ക് തമാശ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്ലിനെസ് ആണ്. അവരുടെ വിചാരം ഇങ്ങനത്തെ തമാശയൊക്കെ പറയുമ്പോൾ കൂടുതൽ ഫ്രണ്ട്ലി ആവുമെന്നാണ്. എടി വണ്ണത്തടിച്ചേ, എടാ നോട്ടിക്കോലേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് എ ജോക്ക്, അതൊരു ജോക്കായിട്ട് കണ്ടുകൂടെ എന്നാണ് ഈ കൂട്ടരുടെ വിശ്വാസം. ഇവരാരെങ്കിലും തിരിച്ചു വിളിച്ചാൽ അവരത് കേട്ടോണ്ട് വെക്കുമോ? ഇല്ല. സോ അങ്ങനെ, അതായത് ഒരു ഹ്യൂമർ ബേസ്ഡ്. പിന്നെ ചിലർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതായത് അവരിലുള്ള കുറവുകളൊക്കെ അവർ ബാക്കിയുള്ളവരിൽ കാണാൻ ശ്രമിക്കുന്നു. സി ഫോർ എക്സാമ്പിൾ, എനിക്ക് നല്ല വണ്ണമുണ്ട്, പക്ഷേ എൻ്റെ അത്രയും കഴിവ് ഇല്ലാത്ത, ഞാനങ്ങനെ ഭയങ്കര സംഭവമാണെന്നൊന്നുമല്ല പറയുന്നത്. ഇമാജിൻ ഐ എം എ വെരി ഗിഫ്റ്റഡ് പേഴ്സൺ. എൻ്റെ അത്രയും കഴിവില്ലാത്ത ഒരാൾക്ക് എന്നെ ഒന്ന് ഒന്ന് തട്ടാനോ ഒന്ന് കൊട്ടാനോ പറ്റുന്ന നല്ലൊരിതാണ് എൻ്റെ വണ്ണത്തിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ വിനി മാം നല്ലൊരു ഡോക്ടറാണ്, വിനി മാം നല്ലൊരു ട്രെയിനറാണ്, വിനി മാം നല്ലൊരു ഡാൻസറാണ്, സിംഗറാണ് എന്നാരെങ്കിലും പറഞ്ഞു, പക്ഷേ എന്നാ വണ്ണം അല്ലേ എന്ന് പറഞ്ഞാൽ ഡിം. ഓക്കെ, സോ ഇത് ഇൻസെക്യൂരിറ്റി, അവരുടെ ഇൻസെക്യൂരിറ്റി മാത്രം ഒരു കൺട്രോളിങ്ങും കൂടെയുണ്ട്. അതായത് എൻ്റെ അത്രയും കഴിവ് അവർക്കില്ലെങ്കിൽ അവർക്ക് എന്നെ ഒന്ന് തരം താഴ്ത്തണം, എന്നാലേ അവരുടെ പവർ അവർക്ക് കിട്ടും. പിന്നെ ഒരു ഗ്രൂപ്പ് ഫുൾ എന്തിന് ബോഡി ഷെയിം ചെയ്യുന്നു? ഇതിനെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഭീരുവാണെന്ന് ഓർത്തോ, എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേറൊരാളെ കളിയാക്കുന്നു. ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനും ശരിയല്ല എന്നറിഞ്ഞുകൊണ്ട് മറ്റേ ആളെ കളിയാക്കാൻ കൂട്ടു നിൽക്കും. ദാറ്റ് ഇസ് ബിക്കോസ് ഐ വോണ്ട് ടു ബി ആക്സെപ്റ്റഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ആക്സെപ്റ്റഡ് ആവണമെങ്കിൽ എനിക്ക് അവരെ കളിയാക്കിയേ പറ്റും. എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ അത് ശരിയല്ല, തെറ്റാണ്, ബട്ട് വോട്ട് ഡു, ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലും അവരുടെ ഗ്രൂപ്പിൽ ആക്സെപ്റ്റഡ് ആവുള്ളൂ. സോ ദാറ്റ് ഇസ് ബോഡി ഷേമിങ്. ഇനി റേസിസം, കളറിസം എന്നൊക്കെ പറയുന്നത് അവരുടെ നിറം. ഓക്കെ, ഒരാളുടെ നിറം ഒരു ന്യൂനതയായിട്ട് കണക്കാക്കി പറയുക. ഒരു കല്യാണത്തിന് ഒരു പെൺകുട്ടി ബ്രൈഡ് നല്ലോണം അണിഞ്ഞൊരുങ്ങി വരുന്നു, സ്വർണ്ണാഭരണ വിഭൂഷണി, നല്ല സുന്ദരിയാണ്, നിറം ഒത്തിരി കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്ത്രീകളടക്കമുള്ള ചില ആൾക്കാരുടെ ഫസ്റ്റ് തോട്ട്, ഓ കറമ്പി, എന്തിന്? ബിക്കോസ് ആ ന്യൂനത, നിറക്കുറവ് ഒരു ന്യൂനതയൊന്നുമല്ല, പക്ഷേ അതുമേ പിടിച്ചാണ് സം പീപ്പിൾ വോണ്ട് ടു, ആൻഡ് സാഡ്ലി മോസ്റ്റ്ലി ഇറ്റ്സ് വിമൻ ഹു ഡു ബോഡി ഷേമിങ്. അല്ല, ഞാൻ കണ്ടിട്ടുള്ള കുറേ സിറ്റുവേഷൻസിൽ ഇറ്റ്സ് വിമൻ ഹു ബോഡി ഷെയിം അതേഴ്സ് മോർ ദാൻ മെൻ. വിമൻ ബോഡി ഷെയിം വിമൻ മോർ ദാൻ മെൻ. സി ഇൻക്ലൂസിവിറ്റി എന്നുള്ളൊരു സംഭവം ദാറ്റ് എവ്രി വൺ ഷുഡ് ഡു ദാറ്റ്. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ബോഡി ഷേപ്പോ ഏത് കളറോ, അതായത് ഏത് റിലീജിയനിലുള്ള ആൾക്കാരോ, ഏത് സെക്ഷൽ ഓറിയൻറ്റേഷനുള്ള ആൾക്കാർക്കോ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ആക്സെപ്റ്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റണം. അതിനെയാണ് ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത്.
സോ ലെറ്റ്സ് ഫോസ്റ്റർ ഇൻക്ലൂസിവിറ്റി. അവർ മനുഷ്യരല്ലേ, അവർ ജീവിക്കട്ടെ. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ അത് മെയിലല്ല ഫീമെയിലല്ല പോ എന്ന് പറഞ്ഞാൽ നോ, അവരും ഹ്യൂമൻസ് ആണ്. അവർ മനഃപൂർവ്വം അങ്ങനെ ആയതല്ല, ദേ വർ ബോൺ ദാറ്റ് വേ ആൻഡ് ഇറ്റ്സ് നോട്ട് എ കണ്ടേജിയസ് തിങ്. ഒരു ട്രാൻസെക്ഷലിനെ നമ്മൾ നോക്കിയാൽ നമ്മളും ട്രാൻസെക്ഷൽ ആവണമെന്നില്ല. ഇറ്റ് ഇസ് ഹൗ ദേ ആർ ബോൺ, സോ യു ഹാവ് ടു ആക്സെപ്റ്റ് ദം ദ വേ ദേ ആർ. ഇനി ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ് ഈ ബോഡി ഷേമിങ്ങിൻ്റെ? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരാൾ, അതായത് ഷെയിം ചെയ്യപ്പെടുന്ന, ദേഹം നിന്ന് ചെയ്യപ്പെടുന്ന ആളുടെ കോൺഫിഡൻസ് പോകുന്നു, സെൽഫ് എസ്റ്റീം പോകുന്നു. ആൾക്ക് നല്ലോണം പ്രൊഫഷണലി ആയാലും അക്കാഡമിക്കലി ആയാലും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതൽ പ്രോബ്ലമായ ഈവൻ സൂയിസൈഡൽ തോട്ട്സ് വരെ വരുന്നു. എത്ര കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിലും, ഓ എനിക്ക് വണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് നിറം കുറവാണ്, അല്ലെങ്കിൽ ഞാൻ കൂനിയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പല്ല് കൊള്ളില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം ഡീമോട്ടിവേറ്റഡ് ആവുന്നത് എന്തിനാണ്? ഓക്കെ, സോ ഇങ്ങനത്തെ ബോഡി ഷേമിങ് പാടില്ല എന്ന് പറഞ്ഞ് വർക്ക് പ്ലേസസ്, നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ വലിയ നിയമങ്ങളുണ്ട്. അതായത് ബോഡി ഷേമിങ് പാടില്ല, ആരെങ്കിലും തമാശയ്ക്ക് പോലും ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന റൂൾസും പോളിസീസൊക്കെ കമ്പനീസിലുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ ആൾക്കാർ തന്നെ ഇത് കൈൻഡ്ലി ഫൊഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ എക്സ് ബോസ് ഒരു ലേഡി ആയിരുന്നു. ഷീ യൂസ് ടു ബോഡി ഷെയിം. ഓക്കെ, സോ എന്തുകൊണ്ടാണ്? ഐ ബിലീവ് ഇറ്റ്സ് ജസ്റ്റ് എ പവർ പ്ലേ. ഇല്ലാത്ത കഴിവ് ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ അവരൊന്ന് കൊച്ചാക്കി കാണിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു ആണായാലും പെണ്ണായാലും ഇറ്റ്സ് ദെയർ. സോ ഹൗ ഡു വി ഡീൽ വിത്ത് ഇറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, കോൾ ഇറ്റ് ഔട്ട്. കോൾ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ബോഡി ഷെയിം ചെയ്താൽ അത് പറയാം. ഒന്നെങ്കിൽ മുഖത്ത് നോക്കി പറയാം. അപ്പോൾ നിങ്ങൾ ഒരാൾ ബോഡി ഷെയിം ചെയ്താൽ അവരുടെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിക്കാതെ പറയാം, ആ പറഞ്ഞു വിട്ട് ശരിയായില്ല കേട്ടോ. ഈ ദേഹം നിന്താ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? സോഫ്റ്റായിട്ട് ചോദിച്ചാൽ മതി, ഒച്ചയെടുക്കണ്ട. നമ്മൾ ചിലപ്പോൾ ഒച്ചയെടുത്താൽ ചിലപ്പോൾ അവർ ഓ ഫീലിങ്സ് ആയി എന്ന് പറഞ്ഞാൽ അവരത് തമാശ പോലെ ആക്കാൻ നോക്കും. അപ്പോൾ പറയണം, തമാശയല്ല, ബോഡി ഷേമിങ് ഇസ് നോട്ട് ഗുഡ്. നിങ്ങൾക്ക് ആ കഴിവില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ തരം താഴ്ത്തണ്ട. യു ഹാവ് ടു കോൾ ഇറ്റ് ഔട്ട്. ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ പോലും ഒരാൾ മറ്റൊരാൾ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ യു ടു സേ ഹലോ സ്റ്റോപ്പ് ഇറ്റ്, നോ ബോഡി ഷേമിങ്. ഇൻസൾട്ട് പാടില്ല കേട്ടോ, ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത്. സോഫ്റ്റായിട്ട് പറഞ്ഞാൽ മതി. അത് മേലാളന്മാരൊന്ന് മുൻകൈ എടുത്ത് പറയണം. പകുതി മുക്കാലും പേര് പറയില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. ഓക്കെ, പിന്നെ സ്വയം ഒരു ബോധം വേണം. ഞാൻ എന്തിനാണ് ഒരാളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? വാട്ട് ഈസ് എ നീഡ് ഫോർ ദാറ്റ്? ഓക്കെ, പിന്നെ പീപ്പിൾ ആർ നെവർ സാറ്റിസ്ഫൈഡ്. വല്ലാണ്ടങ്ങ് വണ്ണം വെച്ച് പോയി പറയും, അയ്യോ ഇതെന്തോ അസുഖമുണ്ടോ, ഇതെന്താ ഇങ്ങനെ? നീ വല്ലാണ്ടങ്ങ് മെലിഞ്ഞാൽ പറയും, അയ്യോ ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ? നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളുണ്ട്. പിന്നെ ബി വിത്ത് പീപ്പിൾ ഹൂ സീ യു ബിയോണ്ട് യുവർ ബോഡി. അതായത് നമ്മളുടെ കഴിവുകളെ, നമ്മളുടെ ആത്മവിശ്വാസം, നമ്മുടെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിൽ നിൽക്കാൻ നോക്കുക. ചിലപ്പോൾ പലരും പറഞ്ഞാൽ നമുക്ക് തോന്നില്ല. ചിലപ്പോൾ നമ്മുടെ വളരെ അടുത്തൊരാൾ പറയുമ്പോൾ യു മൈറ്റ് ഫീൽ ബാഡ്. ഒരുപാട് പേര് നമ്മളിപ്പോൾ കറുമ്പീന്നോ വണ്ണത്തടിച്ചെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ലാന്നിരിക്കും. പക്ഷേ സ്വന്തം ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് തടിച്ച് പറൂ പണം കൂടണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വേദന തോന്നാം. നേരെ തിരിച്ചു ആവാം, എൻ്റെ ഹസ്ബൻഡിന് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ നാട്ടുകാരൊന്നും പറയാൻ പാടില്ല. ദാറ്റ് ഈസ് ഓൾസോ എ തിങ്. ബട്ട് ജസ്റ്റ് കീപ് ക്വയറ്റ്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് പീപ്പിൾ ഷുഡ് തിങ്ക് ഓക്കെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു തമാശ പറയുന്നതിന് മുൻപ് ഒരു സെൽഫ് ചെക്ക് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. അതായത് ഞാൻ ഈ പറയുന്നത് മറ്റേ ആൾ ഹേർട്ട് ചെയ്യൂ, ഭയങ്കര കോമഡി ആയിരിക്കും, എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുമായിരിക്കാം, പക്ഷേ ഡസ് ഇറ്റ് ഹേർട്ട്? അതും കൂടെ ഒന്ന് ചിന്തിക്കാം. ഓക്കെ, സോ ബോഡി ഷേമിങ് എത്ര പെട്ടെന്നൊന്നും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെപ്പോഴും ഉണ്ടാവും, പക്ഷേ അതല്ല ഒരു വ്യക്തി എന്നെപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് വണ്ണമുള്ള ഒരാൾക്ക് കഴിവുകളില്ല എന്ന് പറയരുത്. നേരെ മറിച്ച് നല്ല മെലിഞ്ഞ് സ്ലിമ്മായിട്ട് ഇരിക്കുന്ന ഒരാൾ ഭയങ്കര ഹെൽത്തി ആണെന്ന് ഓർക്കരുത്. ഓക്കെ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് വീഴാം. ഓക്കെ, സോ ഞാൻ പറയണത് ജിമ്മിൽ പോകണമെന്നല്ല, എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി. ഞാൻ ഈ അടുത്ത് ആരോ പറയുന്നത് കേട്ടതാണ് ഇൻസ്റ്റയിൽ. എന്തോ നമ്മൾ വെളുപ്പിനെ എണീറ്റ് സാധകം ചെയ്ത് പാട്ട് പാടി പ്രാർത്ഥിച്ചു യോഗ ചെയ്ത് നടക്കാൻ പോയി ഹെൽത്തി ആയിട്ട് കഴിച്ചു ഓഫീസിൽ പോയി, ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്കും മരണം സംഭവിക്കാം. നേരെ മറിച്ച് രാത്രി ഫുൾ ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയടിച്ച് പാർട്ടിയൊക്കെ ചെയ്ത് 3 മണിക്ക് വെളുപ്പിനെ കിടന്നുറങ്ങി ഒരു നേരത്തെ എണീറ്റ് തോന്നുമ്പോൾ ഓഫീസിൽ പോയി വരുന്ന ഒരാളും അടുത്ത ദിവസം മരിച്ചു വീഴാം. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. മേക്ക് ഷുവർ യു ലിവ് എ ലൈഫ് ഓഫ് ക്വാളിറ്റി. നമ്മളെ തന്നെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കുക. സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ട്രൈ നോട്ട് ടു ഹേർട്ട് അതേഴ്സ്. ഓക്കെ, ബി കൈൻഡ് to yourself and to others. So that's all about body shaming and colorism, and I hope you all keep away from it. Thank you so much.